കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ത തത്ത കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പോൾ നമ്മൾ ഗുഹൻ ഭഗവാനോട് അങ്ങയുടെ കൂടെ കാട്ടിലേക്ക് ഞാനും വരട്ടെ, എനിക്കതിന് അനുവാദം തരണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, വേണ്ട, ദണ്ഡകവനത്തിൽ 14 കൊല്ലം താമസിച്ചതിന് ശേഷം ഞാൻ മടങ്ങി വരാം. ഇത് സത്യമാണ്, എൻ്റെ വാക്കൊരിക്കലും അസത്യമാവില്ല എന്ന് പറഞ്ഞ് ഗുഹനെ ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിച്ചിട്ട് മടക്കി അയച്ചു. അപ്പോൾ സങ്കടത്തോടു കൂടി ഗുഹൻ പോയി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഭരദ്വാജാശ്രമത്തിലേക്ക് പോണതൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോണത്. അപ്പോൾ 28ാമത്തെ ശ്ലോകം ചെല്ലാം. തത്രമേധ്യം മൃഗം ഹത്വാ പങ്ക്ത്വാ ഹുത്വാ ചതേ ത്രയ ഭൂക്ത്വാ വൃക്ഷതലേ സുപ്ത്വാ സുഖമാസതാം നിശം. അപ്പോൾ ഗുഹം പോയി. തത്ര മേധ്യം മൃഗം ഹത്വ, അവിടെ നല്ല മാന്യായിരിക്കണം, ശുദ്ധമായ മൃഗത്തെ കൊന്നിട്ട്, പങ്ക്ത്വ പചിച്ചിട്ട് വേവിച്ചിട്ട്, ഹൂത്വ ഹോമിച്ചിട്ട്, തേ ത്രയ ഭുക്ത്വ 3 ആളും ഭുജിച്ചിട്ട്, വൃക്ഷതലേ സുപ്ത മരത്തിൻ്റെ ചുവട്ടിൽ, വൃക്ഷതല എന്ന് പറഞ്ഞാൽ മരച്ചുവട്ടിൽ ഉറങ്ങിയിട്ട്, താം നിശാം സുഖം ആസത, ആ രാത്രി സുഖമായി കഴിച്ചുകൂട്ടി. അപ്പോൾ എന്താ വെച്ചാൽ ഗംഗാനദിയുടെ മറുകരയിൽ എത്തിയല്ലോ. അപ്പോൾ ആ ഗംഗാനദിയുടെ അക്കരെ എത്തിയപ്പോൾ അവിടെ തിന്നാൻ പറ്റണ ഒരു നല്ല മൃഗത്തിനെ കൊന്ന് അതിൻ്റെ മാംസം വേവിച്ച് അത് വേവിച്ചതിന് ശേഷം അഗ്നിയിൽ ഹോമം ചെയ്ത് അത് അഗ്നിദേവനെ കൊടുത്തതിന് ശേഷം, അതായത് എല്ലാ ദേവന്മാർക്കും കൊടുത്ത് ആത്യന്തികമായിട്ട് ഭഗവാനും എത്തുമല്ലോ, അങ്ങനെ അഗ്നിയിൽ അർപ്പിച്ച ശേഷം അവർ 3 നാളും ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഒരു നല്ല മരത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങി അന്നത്തെ രാത്രി, അതായത് ഗുഹം പോയതിന് ശേഷം. തത്രമേധ്യം മൃഗം ഹത്വാ പങ്ക്ത്വാ ഹുത്വാ ചതേ ത്രയ ഭുക്ത്വാ വൃക്ഷതലേ സുപ്ത്വാ സുഖമാസത താം നിശാം. പിന്നെയോ തതോ രാമസ്തു വൈദേഹ്യ ലക്ഷ്മണേന സമന്വിത ഭരദ്വാജാശ്രമപദം ഗത്വാ ബഹിരുപസ്ഥിത തത്രൈകം വടുകം ദൃഷ്ട്വാ രാമ പ്രാഹചഹേ വടോ രാമോ ദാശരഥി സീതാലക്ഷ്മണാഭ്യാം സമന്വിത ആസ്തേ ബഹിർവനസ്യേതി ഹ്യച്യുതാം മുനിസന്നിധൗ. 29-30 ഇപ്പോൾ വായിച്ചത്. തതഃ രാമാത്തു, അനന്തരം ശ്രീരാമനാവട്ടെ, വൈദേഹ്യ ലക്ഷ്മണേന സമന്വിത, സീതയോടും ലക്ഷ്മണനോടും കൂടിയവനായിട്ട്, ഭരദ്വാജാശ്രമപദം ഗത്വ, ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ എത്തിയിട്ട്, ബഹി ഉപസ്ഥിത, പുറത്ത് നിന്നിട്ട്, തത്ര ഏകം വടുകം ദൃഷ്ട, അവിടെ ഒരു ബ്രഹ്മചാരി, ഒരു ഓനിച്ചുണ്ണി ബ്രഹ്മചാരിയെ കണ്ടിട്ട്, പ്രാഹ ചാപ്പ്, ഇപ്രകാരം പറഞ്ഞു ആ കുട്ടിയോട്. ആശ്രമത്തിൻ്റെ പുറത്ത് ഇവരെല്ലാവരും കൂടി ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ എത്തി. അപ്പോൾ ആശ്രമത്തിൻ്റെ പുറത്ത് ഒരു ബ്രഹ്മചാരി, ഒരു ഉപനയനം കഴിഞ്ഞിട്ടുള്ള ഒരു ഉണ്ണി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഉണ്ണിയോട് പറഞ്ഞു, വടോ, അതായത് ഹേ ബ്രഹ്മചാരി, ദാശരഥി രാമ, ദശരഥൻ്റെ പുത്രനായിട്ടുള്ള രാമൻ, സീതാലക്ഷ്മണാഭ്യാം സമന്വിത, സീതയോടും ലക്ഷ്മണനോടും കൂടിയിട്ട്, വനസ്യ ബഹി ആസ്തൈതി, വനത്തിൻ്റെ ഈ പുറത്ത് നിൽക്കുന്നുണ്ട്, മുനിസന്നിധൗ ഉച്ചതാം, അതൊന്ന് മുനിയോട് പോയി പറഞ്ഞു. അതായത് ഈ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലത്തെ ചെറിയ ശിഷ്യന്മാരിൽ ഒരാളാണേ അവിടെ നിൽക്കുന്നുണ്ടാവുക, ആശ്രമത്തിൻ്റെ അടുത്തല്ലേ. അപ്പോൾ ഒന്ന് മുനിയോട് ചെന്ന് പറയൂ, ദശരഥൻ്റെ മകനായിട്ടുള്ള ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടിയിട്ട് ഈ ആശ്രമത്തിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്, ഒന്നൊന്ന് മഹർഷിയോട് പോയി പറഞ്ഞു. ഭരദ്വാജ മഹർഷിയോട് പറയാൻ പറഞ്ഞു ഈ കുട്ടിയോട്, ഈ ബ്രഹ്മചാരി കുട്ടിയോട്, അല്ലെങ്കിൽ ഉപനയനം കഴിഞ്ഞ ആ ഉണ്ണിയോട്.
തതോ രാമസ്തു വൈദേഹ്യ ലക്ഷ്മണേന സമന്വിത ഭരദ്വാജാശ്രമപദം ഗത്വാ ബഹിരുപസ്ഥിത തത്രൈകം വടുകം ദൃഷ്ട്വാ. വടുകം അതാണ് വാമനനൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ അതായത് ഉപനയനം കഴിഞ്ഞ ബ്രഹ്മചാരിയാണ്. അതായത് ശരിക്ക് പിന്നെ സമാവർത്തനം കഴിഞ്ഞിട്ടില്ല, മുഴുവൻ ബ്രാഹ്മണനായിട്ടില്ല അതിനു മുമ്പേ. തത്രൈകം വടുകം ദൃഷ്ട്വാ രാമപ്രാഹചഹേ വടോ രാമോ ദാശരഥി സീതാലക്ഷ്മണാഭ്യം സമന്വിത ആസ്തേ ബഹിർവനസ്യേതി ഹ്യച്യുതം മുനിസന്നിധൗ. അങ്ങനെ പറഞ്ഞു, ഇവിടെ വന്നു എന്ന് അറിയിക്കാൻ. ഇനി 31, 32. തച്ഛ്രുത്വാ സഹസാ ഗത്വാ പാദയോ പതിതോ മുനി സ്വാമിൻ രാമ സമാഗത്യ വനാത് ബഹിരുപസ്ഥിത സഭാര്യ സാനുജ ശ്രീമാനാഹ മാം ദേവസന്നിഭ ഭരദ്വാജായ മുനയേ ജ്ഞാപയസ്വയഥോചിതം. തത് ശ്രുത്വ, അത് കേട്ടിട്ട്, സഹസാഗത്വ, വേഗം പോയിട്ട്, മുനേഹേ പാദയോഹോ പതിത, അത് കഴിഞ്ഞിട്ട് മുനിയുടെ പാദങ്ങളിൽ പതിച്ചു, നമസ്കരിച്ചു. സ്വാമിൻ, ഹേ സ്വാമിൻ, രാമ വനാൽ സമാഗത്യ, രാമൻ കാട്ടിൽ നിന്ന് വന്നിട്ട്, ബഹി ഉപസ്ഥിത, പുറത്ത് സമീപത്ത് നിൽക്കുന്നു. സഭാര്യ സാനുജ ദേവസന്നിഭ ശ്രീമാൻ, കൂടെ ഭാര്യയും അനിയനും ഉണ്ട്. ദേവസദസ്സനായ ശ്രീമാൻ, അതായത് അവർ രണ്ടാളും ഉണ്ടെന്ന് പറഞ്ഞു. ഭരദ്വാജായ മുനിയെ യഥോചിതം ജ്ഞാപയസ്വ ഇതിമാം ആഹ, ഭരദ്വാജ മുനിയോട് ഇത് വേണ്ട പോലെ അറിയിച്ചാലും എന്ന് എന്നോട് പറഞ്ഞു ശ്രീരാമൻ എന്ന് പറഞ്ഞു. ഈ ബ്രഹ്മചാരി എന്താ ചെയ്ത, ശ്രീരാമൻ പറയുന്നത് കേട്ട ഉടനെ ചെന്ന് വേഗം ഭരദ്വാജ മുനിയുടെ പാദങ്ങളിൽ പോയി നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹേ ഗുരോ, രാമൻ കാട്ടിൽ വന്നിട്ട് ആ കാടിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട്, ആ ആശ്രമത്തിലേക്ക് കിടക്കണ ആ ഭാഗത്തിൻ്റെ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. കൂടെ പത്നിയായിട്ടുള്ള സീതയും അനുജനായിട്ടുള്ള ലക്ഷ്മണനും ഉണ്ട്. കണ്ടാൽ അതിസുന്ദരനാണ്, ദേവസദൃശൻ പറഞ്ഞു അല്ലേ, ദേവന്മാരാ തോന്നും, കണ്ടാൽ ദേവനാ തോന്നും, അത്ര ദേവതുല്യനാണ് എന്ന് എന്നിട്ട് മാത്രമല്ല, പിന്നെ ശ്രീരാമൻ എന്നോട് പറഞ്ഞു, ആ ദേവതുല്യനായിട്ടുള്ള ശ്രീരാമൻ എന്നോട് പറഞ്ഞു, ഭരദ്വാജമുനിയോട് ഞങ്ങൾ വന്നു എന്നുള്ള വിവരം ഒന്ന് പോയി പറയൂ എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇവിടെ വന്ന് അങ്ങോട്ട് പറയണമെന്ന് പറഞ്ഞു. തച്ഛ്രുത്വാ സഹസാ ഗത്വാ പാദയോ പതിതോ മുനി സ്വാമിൻ രാമസമാഗത്യ വനാത് ബഹിരുപസ്ഥിത സഭാര്യ സാനുജ ശ്രീമാനാഹ മാം ദേവസന്നിഭ ഭരദ്വാജായ മുനയെ ജ്ഞാപയസ്വ യഥോചിതം. ഇനി 33. തച്ഛ്രുത്വാ സഹസോത്ഥായ ഭരദ്വാജോ മുനീശ്വര ഗൃഹീതാർഘ്യം ച പാദ്യം ച രാമസാമീപ്യമായയൗ. തച്ഛ്രുത്വ, അത് കേട്ടിട്ട്, മുനീശ്വര ഭരദ്വാജ സഹസ ഉത്ഥായ, ഭരദ്വാജ മഹർഷി വേഗം ഇരിക്കണോടത്തുനിന്ന് അങ്ങോട്ട് നീട്ടു. അർഘ്യം ച പാദ്യം ച ഗൃഹീത്വ, എന്നിട്ട് കാല് കഴുകിക്കാനുള്ള വെള്ളവും കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ട് രാമസാമീപ്യമായോ, രാമൻ്റെ അടുത്തേക്ക് വേഗം അങ്ങോട്ട് പോയി. ശിഷ്യൻ ആയിട്ടുള്ള ബ്രഹ്മചാരിയായിട്ടുള്ള ശിഷ്യൻ പറഞ്ഞത് കേട്ട ഉടനെ ഭരദ്വാജ മഹർഷി വേഗം ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് വേഗം എഴുന്നേറ്റിട്ട് അർഘ്യപാദ്യാദി എല്ലാ പൂജാ സാധനവും കയ്യിലെടുത്ത് രാമൻ്റെ അടുത്തേക്ക് വേഗം ചെന്നു. അതായത് പിന്നെ എന്താണ്, രാമൻ ആരാന്ന് ശരിക്കും അറിയാം, മനുഷ്യനൊന്നല്ല, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്നൊക്കെ ഭരദ്വാജ മുനിക്ക് അറിയാം. ഇവരൊക്കെ ത്രികാലജ്ഞാനികളാണ്, ഈ വലിയ വലിയ മുനിമാരല്ലേ, അപ്പോൾ അറിയാം ശ്രീരാമൻ ഭഗവാൻ തന്നെയാണെന്നേ. അപ്പോൾ വേഗം പോയി, വേറെ ആരെ അയക്കൊന്നുമല്ല, അവനോൻ തന്നെ പോയി. തച്ഛ്രുത്വാ സഹസോത്ഥായ ഭരദ്വാജോ മുനീശ്വര ഗൃഹീതാർഘ്യം ച പാദ്യം ച രാമസാമീപ്യമായയോ. ഇനി 34, 35, 36 ഒരു വരിയായിട്ട്. ദൃഷ്ട്വാ രാമം യഥാന്യായം പൂജയിത്വാ സലക്ഷ്മണം ആഹമേ പർണശാലാം ഭോ രാമ രാജീവലോചന ആഗച്ഛ പാദരജസാ പുനീഹി രഘുനന്ദന ഇത്യുക്തോടജമാനീയ സീതയാ സഹ രാഘവൗ ഭക്ത്യാ പുനഃ പൂജയിത്വാ ചകാരാതിഥ്യമുത്തമം. രാമം സലക്ഷ്മണം ദൃഷ്ട്വ, രാമനെ ലക്ഷ്മണനോട് കൂടിയിട്ട് കണ്ടിട്ട് യഥാന്യായം പൂജയിത്വ, വേണ്ട പോലെ
സൽക്കരിച്ച് പൂജിച്ച് ആഹ പറഞ്ഞു. അതായത് ശ്രീരാമൻ അർഹിക്കണ പോലെ പൂജ അതിഥി സൽക്കാരം ചെയ്തിട്ട് പറഞ്ഞു, ഹേ രാജീവലോചന രാമ, ഹേ രാമ ഉള്ളവനെ, പിന്നെ രാമ മേ പർണശാല മാഗച്ഛ, എൻ്റെ ആശ്രമത്തിലേക്ക് വരൂ, പർണശാലയിലേക്ക് വരൂ. പാദരച പുനീഹി ഹേ, ഈ ഭഗവാന്റെ പാദം കൊണ്ട് ഈ ആശ്രമം പുനീഹിച്ചെന്താ പരിശുദ്ധമായി തീർന്നിരിക്കുന്നു. വരൂ, അങ്ങയുടെ പാദധൂളി കൊണ്ട് ഈ ആശ്രമത്തിനെ പരിശുദ്ധമാക്കി തീർത്താലും. ഇതി ഉക്ത്വ എന്ന് പറഞ്ഞിട്ട് ഉടജം ആനീയ, വേഗം പർണശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഉടജം ഇവരുടെ ആശ്രമം, ആ ചെറിയ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് സീതയാ സഹ രാഘവവും, സീതയോട് കൂടിയിട്ടുള്ള രാഘവനെ പുനഃ ഭക്തിയ പൂജയിത്വ, പിന്നെയും ഭക്തിയോടുകൂടി പൂജിച്ചു. ഉത്തമം ആതിഥ്യം ചകാര, ഉത്തമമായ ആതിഥ്യ മര്യാദകളൊക്കെ ചെയ്തു. എന്താ അറിയോ, രാമനെ അർഘ്യവും പാദ്യമൊക്കെ സമർപ്പിച്ച കാലമൊക്കെ കഴുകിച്ച് വേണ്ട വിധം പൂജിച്ചിട്ട് പിന്നെ എന്താണ് രാമനെയും ലക്ഷ്മണനെയും അതുപോലെ കണ്ടപ്പോൾ ലക്ഷ്മണനെയും വേണ്ട പോലെ പൂജിച്ചിട്ട് പറഞ്ഞു, ഹേ രാമ, രാജീവനേത്ര എന്നല്ലേ പറഞ്ഞ അല്ലേ, താമരത പോലത്തെ കണ്ണുള്ള രാമ, എൻ്റെ പർണശാലയിലേക്ക് വരൂ. ഹേ രഘുനന്ദന, അങ്ങയുടെ പാദധൂളി കൊണ്ട് എൻ്റെ ഈ പർണശാലയെ പവിത്രമാക്കൂ എന്ന് പറഞ്ഞ് ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സീതയും രാമലക്ഷ്മണന്മാരെയും പിന്നെയും ഭക്തിയോടെ പൂജിച്ചു. ഒരു ഉത്തമ അതിഥി എങ്ങനെ സൽക്കരിക്കും അതുപോലെ വേണ്ട വിധം ആദരിച്ച് സൽക്കരിക്കും ചെയ്തു. അപ്പോൾ ദൃഷ്ട്വാ രാമം യഥാന്യായം പൂജയിത്വാ സലക്ഷ്മണം ആഹമേ പർണശാലാം ഭോ രാമ രാജീവലോചന ആഗച്ഛ പാദരജസാ പുനീഹി രഘുനന്ദന ഇത്യുക്തോടജമാനീയാ സീതയാ സഹ രാഘവൗ ഭക്ത്യാ പുനഃ പൂജയിത്വാ ചകാരാതിഥ്യമുത്തമം. ആതിഥ്യ മര്യാദകളൊക്കെ വേണ്ട പോലെ പാലിച്ചു. 37 അദ്യാഹം തപസപ്പാരം ഗതോസ്മി തവ സംഗമാത് ജ്ഞാതം രാമ തവോദന്തം ഭൂതം ചാഗാമികം ചയത് ജാനാമി ത്വാം പരാത്മാനം മായയാ കാര്യമാനുഷം അദ്യ തവ സംഗമാത്. ഇപ്പോൾ അങ്ങയുടെ സംഗമം കാരണം അഹം തപസഹ പാരം ഗതഹാസ്മി, എൻ്റെ തപസ്സിൻ്റെ ഫലം എനിക്ക് ലഭിച്ചു. ഞാൻ ചെയ്ത തപസ്സിൻ്റെ ഫലം എനിക്കിപ്പോൾ കിട്ടി അങ്ങയുടെ സംഗമം കാരണം. അങ്ങയെ ദർശിക്കാൻ സാധിച്ചുല്ലോ. രാമ തവ ഭൂതം ആഗാമികം ചായത് ഉദന്തം തജ്ഞാതം. രാമ, അങ്ങയുടെ ഭൂതവും ഭൂതകാലത്തെയും വരാൻ പോകുന്നതുമായ യാതൊരു ചരിത്രമോ അതറിയപ്പെട്ടിരിക്കുന്നു. എനിക്ക് അങ്ങയുടെ ഭൂതകാലം അറിയാം, ഇനി വരാൻ പോണത് എന്താണെന്നും അറിയാം. ത്വാം മായയാ കാര്യമാനുഷം പരാത്മാനം ജാനാമി. അങ്ങ് മായ കൊണ്ട് ഒരു മനുഷ്യനായി വന്നിരിക്കുകയാണ്, പക്ഷെ ശരിക്ക് പരമാത്മാവ് തന്നെയാണെന്ന് എനിക്കറിയാമെന്ന്. അതാണ് എന്താണ് ത്വം മായയാ കാര്യമാനുഷ, മായ കൊണ്ട് മനുഷ്യനായി ജനിച്ചിട്ട് ശരിക്ക് പരാത്മാനം ജാനാമി, അങ്ങ് പരമാത്മാവാൽ തന്നെയാണെന്ന് എനിക്കറിയാമെന്ന്. അതായത് ഇപ്പോൾ അങ്ങേ കാണാനുള്ള ഭാഗ്യം ഉണ്ടായത് കാരണം ഞാൻ ഇതുവരെ ചെയ്ത തപസ്സിൻ്റെ ഫലമൊക്കെ എനിക്ക് കിട്ടി തന്നെ വേണമെങ്കിൽ പറയാം. എൻ്റെ ഫലമൊക്കെ എൻ്റെ തപസ്സൊക്കെ സഫലീകൃതമായി അങ്ങേ കണ്ടതോടുകൂടി. ഹേ രാമ, അങ്ങയുടെ കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ ചരിത്രം മുഴുവൻ എനിക്കറിയാം. ത്രികാലജ്ഞാനികളല്ലേ. മായ കൊണ്ട് മനുഷ്യരൂപത്തെ അംഗീകരിച്ചിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് അങ്ങ് എന്ന് ഞാൻ പൂർണ്ണമായും അറിയുന്നു എന്ന് പറഞ്ഞു. ശരിക്കും അറിയാം ഭരദ്വാജന്. അദ്യാഹം തപസപ്പാരം ഗതോസ്മി തവ സംഗമാൽ ജ്ഞാതം രാമ തവോദന്തം ഭൂതം ചാഗാമികം ചയത് ജാനാമി ത്വം പരാത്മാനം മായയാ കാര്യമാനുഷം. ഇനി 38 അല്ല പിന്നെ എന്താ അറിയോ, ശരിക്കും പറഞ്ഞാൽ തപസ്സിൻ്റെ ഫലം ഒക്കെ ഭഗവാനെ കണ്ടാൽ പിന്നെ ഇനി അതിലധികം വലിയൊരു തപസ്സിന് വലിയൊരു ഫലം കിട്ടാനില്ലോ. അതായത് ശരിക്ക്
അഥവാ നമ്മൾ ചെയ്ത തപസ്സിലോ അല്ലെങ്കിൽ യാഗങ്ങളിലോ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ പോലും ഭഗവാനെ സ്മരിച്ചാൽ അത് പ്രായശ്ചിത്താവും എന്നാണ് പറയുക. അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യാച്ചാലും നമ്മൾ അവസാനം നാരായണ 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 എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായോ എന്നോ ഭഗവാനെ തെറ്റുകളൊക്കെ പൊറുക്കണമെന്ന് പറഞ്ഞ് 3 പ്രാവശ്യം സ്മരിച്ചാൽ മതി എന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ അതിൻ്റെ ദോഷം എന്തെങ്കിലും ഉണ്ടായിരുന്നു വെച്ചാൽ അതൊക്കെ മാറും എന്നാണ്. അപ്പോൾ വിഷ്ണു സ്മരണം കൊണ്ട് തന്നെ സമ്പൂർണ്ണ ഫലം കിട്ടും. ഇപ്പോൾ എന്താ കഥ, ഇപ്പോൾ നേരിട്ട് കാണാൻ തരായില്ലോ, അതുകൊണ്ടാണ് എൻ്റെ തപസ് സഫലായി എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് 18, 19 അല്ല 38, 39 ചെയ്യാം കേട്ടോ. യദർത്ഥമവതീർണോസി പ്രാർത്ഥിതോ ബ്രഹ്മണാ പുരാ യദർത്ഥം വനവാസസ്തേ യത് കരിഷ്യസി വൈ പുരഃ ജാനാമി ജ്ഞാനദൃഷ്ട്യാഹം ജാതയാ തുദുപാസനാൽ ഇതഃപരം ത്വാം കിം വക്ഷ്യേ കൃതാർത്ഥോഹം രഘുത്തമ. ബ്രഹ്മണ പുര പ്രാർത്ഥിത, ബ്രഹ്മാവിനാൽ പണ്ട് പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് യഥാർത്ഥം അവതീർണ അസി, അങ്ങ് ബ്രഹ്മാവും ദേവന്മാരും കൂടി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബ്രഹ്മാവിനോട് പറഞ്ഞുവല്ലോ ഞാൻ അവതരിക്കാൻ മനുഷ്യനായിട്ടെന്ന്. തേ വനവാസം യഥാർത്ഥം, അതുകൊണ്ട് അങ്ങയുടെ ഈ വനവാസം ഏതു കാര്യത്തിനായിക്കൊണ്ടോ പുരഹ യത് കരിഷ്യസി വൈ, അത് ഈ ഭാവിയിൽ എന്തൊക്കെയാ ചെയ്യാൻ പോണെന്നും അതിനെ തതുപാസനാൽ ജാതയ ജ്ഞാനദൃഷ്ട്യാ ജാനാമി, അങ്ങേ ഉപാസിച്ചതുകൊണ്ട് അങ്ങേ സ്മരിച്ച് തപസ് ചെയ്തതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ജ്ഞാനദൃഷ്ടി ഉണ്ടായി. അങ്ങ് എന്തിനാണ് അവതരിച്ചതെന്നും ഇപ്പം എന്തിനാണ് കാട്ടിലേക്ക് വന്നതെന്നും ഇനി ഭാവിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ഒക്കെ ഞാൻ ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി. ഇതപ്പരം ത്വാം കിം വക്ഷ്യേ, ഇതിലധികം അങ്ങയോട് ഞാൻ എന്താ പറയേണ്ടത്. രഘുത്തമ അഹം കൃതാർത്ഥ, ഞാൻ കൃതാർത്ഥനായി ശ്രീരാമഭഗവാനെ എന്ന് ഭരദ്വാജ മഹർഷി പറയണം. അതായത് പണ്ട് ബ്രഹ്മാവ് ദേവന്മാരെയും കൂട്ടി അവിടെ പോയി പ്രാർത്ഥിച്ചു അല്ലേ, ഭൂമിയുടെ ഭാരം തീർക്കണം, രാവണനെ പോലുള്ള രാക്ഷസന്മാർ വളരെ പെരുകിയിട്ടുണ്ടെന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ ഈ രാക്ഷസന്മാരെ വധിക്കാനായിട്ടാണ് അങ്ങ് അവതരിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. പിന്നെ വനവാസം എന്തിനാണ് അംഗീകരിച്ചിരിക്കണമെന്ന് എനിക്കറിയാം. ഇനി എന്തൊക്കെയാണ് അങ്ങ് ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയാം. ഇതൊക്കെ അങ്ങേ ഉപാസിക്കുകയൊക്കെ കാരണം എനിക്ക് സിദ്ധിച്ച ജ്ഞാനദൃഷ്ടി കൊണ്ട് ഞാൻ കാണാൻ സാധിച്ചു. എനിക്ക് ഇതിലധികം ഞാൻ എന്താ അങ്ങയോട് പറയേണ്ടത്. ഹേ രഘൂത്തമ, ഞാൻ കൃതാർത്ഥനായി അങ്ങയുടെ ദർശനം കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ യദർത്ഥം അവതീർണോസി പ്രാർത്ഥിതോ ബ്രഹ്മണാ പുരാ യദർത്ഥം വനവാസസ്തേ യത് കരിഷ്യസി വൈ പുരാ ജാനാമി ജ്ഞാനദൃഷ്ട്യാഹം ജാതയാ തദുപാസനാദ് ഇതഃപരം ത്വാം കിം വക്ഷ്യേ കൃതാർത്ഥോഹം രഘുത്തമ. യസ്താം പശ്യാമി കാകുസ്ഥം പുരുഷം പ്രകൃതേ പരം രാമസ്തമഭിവാദ്യാഃ സീതാലക്ഷ്മണ സംയുത അനുഗ്രാഹ്യാസ്ത്വയാ ബ്രഹ്മൻ വയം ക്ഷത്രിയബാന്ധവാ ഇതി സംഭാഷ്യതേന്യോന്യമുഷിത്വാ മുനിസന്നിധൗ. 40-41 അപ്പോൾ വായിച്ചത് കേട്ടോ. പ്രകൃതേഹ പരം പുരുഷം കാകുസ്ഥം ത്വാം യഹ പശ്യാമി, അതായത് പ്രകൃതിയിൽ നിന്ന് പ്രകൃതിക്ക് അതീതനായിട്ടുള്ള പുരുഷനും കാകുൽസ്ഥനുമായ അങ്ങയെ ഞാൻ കാണുന്നുവോ എന്നാണ്. ഞാൻ ഇപ്പോൾ പ്രകൃതിക്ക് അതീതനായിട്ടുള്ള, പ്രകൃതിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും പരമപുരുഷനുമായിട്ടുള്ള അങ്ങേ ഞാൻ ഇപ്പോൾ കാണുന്നുവോ. സീതാലക്ഷ്മണ സീതാലക്ഷ്മണ സംയുത രാമ, സീതയോടും ലക്ഷ്മണോടും കൂടിയിട്ട് രാമൻ തം അഭിവാദ്യ ആഹ, അവനെ അഭിവാദ്യം ചെയ്ത് പറഞ്ഞു. അപ്പം എന്താ, ശ്രീരാമൻ ഇങ്ങോട്ടും ഭരദ്വാജ മഹർഷി അഭിവാദ്യം ചെയ്തു. ബ്രഹ്മൻ, ഹേ ബ്രാഹ്മണ, ക്ഷത്രിയ ബാന്ധവ, ക്ഷത്രിയന്മാരുടെ ബന്ധു, വയം ത്വയാ അനുഗ്രാഹ്യാഹ, അതായത് ഞങ്ങൾക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ, അതായത് എന്താ അതിൽ പറയണ വെച്ചാൽ ഈ പ്രകൃതിയിൽ നിന്ന് വേറിട്ടിരിക്കുന്ന പരമപുരുഷനാണ് അങ്ങാണ് ഇപ്പോൾ ഇവിടെ ദശരഥൻ്റെ കാകുൽസ്ഥ വംശത്തിൽ ജനിച്ചിരിക്കുന്നു, അവതരിച്ചിരിക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന പ്രകാരം പ്രകൃതി ഗുണങ്ങളിൽ നിന്നൊക്കെ പ്രകൃതി ഗുണങ്ങൾക്ക് അതീതനായ പരമപുരുഷനായ അങ്ങ് ഇപ്പോൾ
ദശരഥൻ്റെ കാകുസ്ഥ വംശത്തിൽ അവതരിച്ചിരിക്കുകയാണ്. ഈ രൂപത്തെ എനിക്ക് ഈ സാധാരണ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചു. അല്ലേ? ഉൾക്കണ്ണുകൊണ്ടല്ല, ജ്ഞാനദൃഷ്ടി കൊണ്ടല്ല, സാധാരണ കണ്ണുകൊണ്ട് എനിക്കിപ്പോൾ കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. അതുകൊണ്ട് എൻ്റെ ജന്മം സഫലായി. ശ്രീരാമചന്ദ്രനും സീതയും ലക്ഷ്മണനും അത് പറഞ്ഞിട്ട് പിന്നെ ഭരദ്വാജൻ്റെ വാക്കുകൾ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങേ കാണാൻ കഴിഞ്ഞത് വളരെ പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പ്രകൃതിക്ക് അതീതനായ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ഈ കാകുസ്ഥ വംശത്തിൽ വന്ന് ജനിച്ച് ആ ശ്രീരാമ ഭഗവാൻ എനിക്ക് ഈ കണ്ണുകൊണ്ട്, ലൗകികമായിട്ടുള്ള കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു. ഇതിൽ പരം എന്താ ഒരു ജന്മസാഫല്യമുള്ളത് എന്ന് പറഞ്ഞ് ഭരദ്വാജൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചപ്പോൾ ശ്രീരാമചന്ദ്രനും സീതയും ലക്ഷ്മണൻ വേഗം ഭരദ്വാജ മുനി നമസ്കരിച്ചു. എന്നിട്ട് ഹേ ബ്രാഹ്മണോത്തമ, ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് അവിടെ താമസിച്ചു. അതായത് ഞാൻ ക്ഷത്രിയാധമനാണെന്നൊക്കെ പറയണ്ട, അതൊക്കെ ഒരു വിനയം പറയാണ്. പിന്നെ ക്ഷത്രിയന്മാരാണല്ലോ ശ്രീരാമനും ലക്ഷ്മണനൊക്കെ. അപ്പം ഞങ്ങൾ ക്ഷത്രിയാധമന്മാരാണ്. ക്ഷത്രിയാധമന്മാരെ അനുഗ്രഹിക്കാനുള്ള പിന്നെ എന്താണ് കഴിവ് ബ്രാഹ്മണനായ അങ്ങയ്ക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നൊക്കെ വളരെ വിനയപൂർവ്വം പറയാണ്. അങ്ങനെ പറഞ്ഞു എന്ന് പറയണത് അല്ലേ. ഇനി അവിടെ താമസിക്കാൻ തുടങ്ങി. അതാണ് ഭരദ്വാജാശ്രമത്തിൽ താമസിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് വേണമെങ്കിൽ അതന്നെ എങ്ങനെ നമ്മളെ പിന്നെ എന്താണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്നൊന്ന് നമുക്ക് നോക്കാം. ഭരദ്വാജാശ്രമത്തിലേക്ക് വരണതൊക്കെ എല്ലാ ഭാഗവും നല്ലതാണല്ലോ, അതുകൊണ്ട് കുറച്ച് വായിക്കാം. ഇപ്പം കഴിഞ്ഞ വരെ വായിക്കാം. വൈദേഹി തന്നോട് ഭരദ്വാജാശ്രമത്തിലേക്ക് പ്രവേശിക്കണതാണ് കേട്ടോ. വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു. സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു പാദപമൂലേ ദലാഢ്യതൽപസ്ഥലേ. മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവനർഘ്യാദി നിത്യകർമ്മം ചെയ്തു. ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താദരാൽ ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥ നന്ദനനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും വന്നു. പാർത്തിരിക്കുന്നീതുട ജാന്തികെ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കയെന്നപ്പോൾ താപസശ്രേഷ്ഠനോട ബ്രഹ്മചാരി ചെന്നാ ഭോഗ സന്തോഷമോടു ചൊല്ലിടിനാൻ. ആശ്രമോപാന്തേ ദശരഥ പുത്രനുണ്ടാശ്രിത വത്സര പാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വാജനിത്തം സമുത്ഥായ ഹസ്തേ സമാദായ സാർഘ്യപാദാദിയും ഗത്വാ രഘൂത്തമ സന്നിധൗ സത്വരം ഭക്ത്യൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം. ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ധൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജപാദങ്ങൾ ആശുവണങ്ങിനൻ ഭാര്യാനുജാന്വിതം. ആശീർവചനപൂർവം മുനി പൂങ്കവൻ ആശയാനന്ദമിയെന്നരുളി ചെയ്തു. ഇനി അതുവരെ ഇപ്പം നമ്മൾ ഇതിൽ വായിച്ചുല്ലോ. ഇനി ശരിക്കും പറയാച്ചാൽ ഇത് കഴിഞ്ഞാൽ ഇനി വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് പോണതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇതിൽ വരണത്. അപ്പോൾ അതെ അപ്പോൾ നമുക്ക് ഇനി എന്താണ് 42-43 വായിച്ച് നിർത്താം നമുക്ക് കേട്ടോ. പിന്നെ ഞങ്ങളെ പിന്നെ അനുഗ്രഹിക്കണം എന്നാണ് പറഞ്ഞിട്ടല്ലാണ് നിർത്തിയത്. പ്രാതരുത്ഥായ 42-43 പ്രാതരുത്ഥായ യമുനാമുത്തീര്യ മുനിതാരകൈ കൃതാപ്ലവേന മുനിനാ ദൃഷ്ടമാർഗേണ രാഘവ പ്രയൗ ചിത്രകൂടാദ്രിം വാൽമീകേര്യത്ര ചാശ്രമ ഗത്വാ രാമോഥ വാൽമീകേരാശ്രമം ഹൃഷി സങ്കുലം. ഓക്കെ. പ്രാത ഉത്ഥായ കാലത്ത് എഴുന്നേറ്റിട്ട് കൃതാപ്ലവേന മുനിന സ്നാനം കഴിച്ച് കുളി കഴിഞ്ഞിട്ടുള്ള മുനിയാൽ ദൃഷ്ടമാർഗേണ അപ്പോൾ മുനിനെ പറഞ്ഞു കൊടുത്തു വഴി. എങ്കടെ മുനിതാരകൈഹി യമുന മുത്തീര്യ മുനികുമാരന്മാരോട് കൂടി യമുനയെ കടന്നിട്ട് കുറച്ച് അവിടെയുള്ള ശിഷ്യന്മാരെയൊക്കെ വഴി കാണിക്കാൻ വേണ്ടി ഭരദ്വാജൻ
നിയോഗിച്ചു. അപ്പോൾ അവർ വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് ശ്രീരാമനും ലക്ഷ്മണനും സീത ഇങ്ങനെ പോയി. രാഘവ ചിത്രകൂടാദ്രിം പ്രയൗ, രാഘവനെ ചിത്രകൂട പർവ്വതത്തിലേക്ക് എത്തി. എങ്ങനെയാണ് അവിടുന്ന് ചിത്രകൂട പർവ്വതത്തിൽ എത്തുക എന്ന് കാണിച്ചു കൊടുക്കാൻ ഭരദ്വാജ മഹർഷി സ്വന്തം ശിഷ്യന്മാരോടായിട്ടുള്ള ബ്രാഹ്മണ കുട്ടികളോട് പറഞ്ഞു. അപ്പോൾ അവർ ശ്രീരാമനെയും സീതയും ലക്ഷ്മണനെയും വഴി കാണിച്ച് ചിത്രകൂട പർവ്വതത്തിൽ എത്തി. അവർ എത്ര വാൽമീകേഹേ ആശ്രമാച്ച, അവിടെ വാൽമീകിയുടെ ആശ്രമവും ഋഷിസങ്കുലം വാൽമീകേഹേ ആശ്രമം രാമ ഗത്വ, നിറച്ച് ഋഷികളുണ്ട്. അങ്ങനത്തെ വാൽമീകിയുടെ ആശ്രമത്തിൽ രാമൻ ഗമിച്ചു, അവിടെ എത്തി. ഇപ്പം വാൽമീകി ആശ്രമത്തിൽ എത്തിയിട്ട് നമുക്ക് ഇവിടെ നിർത്താട്ടോ. അതായത് രാവിലെ, അതായത് ഭരദ്വാജ മുനിയുടെ അവിടെ താമസിച്ചു. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഭരദ്വാജ മുനിയോട് കൂടി എന്താ ചെയ്തത്, യമുനാ തീരത്തിൽ വന്ന് കുളിച്ചു. ഭരദ്വാജ മുനിയും ശ്രീരാമനും ലക്ഷ്മണനും, സീത കുറച്ചപ്പുറത്ത് നിന്ന് കുളിച്ചിട്ടുണ്ടാവണം. യമുനാ നദി കിടക്കേണ്ടതായ അതപ്പം കാണിച്ചു കൊടുത്തു. ഇതിൽ കൂടെയാണ് പോകേണ്ടത്, യമുനാ നദി കടന്ന് പോകേണ്ടത് പറഞ്ഞു. എന്നിട്ട് കുറച്ച് മുനികുമാരന്മാരെയും അക്കരെ എത്തണ വരെ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതയും കൂടെ അയച്ചു. അവർ അക്കരയ്ക്ക് എത്തി യമുനയുടെ. എന്നിട്ട് രാമനും സീതയും ലക്ഷ്മണനും ചിത്രകൂട പർവ്വതത്തിലെത്തി. അവിടെയാണ് വാൽമീകിയുടെ ആശ്രമം. അനവധി മഹർഷിമാരാൽ നിറഞ്ഞിരിക്കണ ആശ്രമമാണ് ആര്, വാൽമീകിയുടെ ആശ്രമം. ആ വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് രാമൻ പ്രവേശിച്ചു. ഇനി വാൽമീകി ആശ്രമ പ്രവേശം ആണ്, നമുക്കത് നാളെ ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.